ഹായ്! ഇന്ന് നമ്മൾ ഹോസ്റ്റലിൽ ബിരിയാണി ഉണ്ടാക്കാൻ പോണതാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇന്ന് ഈ ബിരിയാണി ഉണ്ടാക്കണത് മാത്രം പറഞ്ഞിട്ടൊരു ഒരു രസം ഉണ്ടാവില്ല. നമുക്കത് വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമുക്കത് ബിരിയാണി എങ്ങനെ ഉണ്ടായി എന്നതിൽ ഉള്ള ഹിസ്റ്ററി പറഞ്ഞിട്ട് ഈ ബിരിയാണി അങ്ങട് കംപ്ലീറ്റ് ആക്കിയാലും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്ക് എങ്ങനെയാണ് ബിരിയാണി ഉണ്ടായതെന്ന് പറയാം. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഇന്ത്യയിൽ ഒരു ശക്തനായ രാജാവ് ഉണ്ടായിരുന്നു. രാജാവിനൊപ്പം യുദ്ധങ്ങൾക്ക് പോകുന്ന സൈനികരും ദൂരയാത്രയിൽ യുദ്ധവും കാരണം സൈനികർക്ക് ശക്തി തരുന്ന ഭക്ഷണം വേണമെന്ന് രാജ്ഞിയോട് പറഞ്ഞു. അപ്പൊ രാജ്ഞി പറഞ്ഞു, അരിയും മാംസവും മസാലയും നെയ്യും ഇവയെല്ലാം ഒരുമിച്ച് പാകം ചെയ്ത നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കാമല്ലോ. അങ്ങനെ പാചകക്കാർ അരി, മാംസം, സുഗന്ധ മസാലകൾ ഇവയെല്ലാം നല്ലൊരു മന്ദ ചൂടിൽ പാകം ചെയ്തു. അടുക്കള മുഴുവൻ മണമായി. അപ്പോൾ രാജാവ് രുചിച്ചു നോക്കി പറഞ്ഞു, വാവ്, ഇത് വെറും ഭക്ഷണമല്ലല്ലോ, ഒരു മാജിക് ആണല്ലോ. പിന്നീട് മുഗൾ രാജാക്കന്മാർ ഇതിനെ കൂടുതൽ രുചികരമാക്കി. ഇത് പിന്നെ കേസർ, വറുത്ത ഉള്ളി, അങ്ങനെ പ്രത്യേക തരം മസാലകളെല്ലാം ചേർത്ത് പിന്നെ വെറൈറ്റി തരം ബിരിയാണികളെ അങ്ങനെ കാലം കഴിഞ്ഞുപോയി. അപ്പോൾ ഹൈദരാബാദ് ബിരിയാണി, മലബാർ ബിരിയാണി, കൊൽക്കത്ത ബിരിയാണി, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ബിരിയാണിയുടെ പേര് കേട്ടു. അപ്പോൾ യുദ്ധത്തിനായി പിറന്ന ഭക്ഷണം ഇന്ന് നമ്മുടെ എല്ലാ ആഘോഷങ്ങൾക്കും പാർട്ടികൾക്കൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡായിട്ട് ബിരിയാണി മാറി. എങ്ങനെയുണ്ട് ബിരിയാണി കഥ? അങ്ങനെ നമ്മളെ ബിരിയാണി സെറ്റായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബിരിയാണി ഹിസ്റ്ററി കഥ.